Good morning. Good morning, all. Good morning, Good sir. morning, sir. Good morning. Yes, good morning. Good morning, sir. Good morning. Good morning, sir. Good morning, sir. Good morning. Good morning. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് രണ്ടാമത്തെ പ്രോഗ്രാമിലാണ്. മോർണിംഗില് 6 മണിക്ക് നമ്മൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.25 മണിക്കൂറോളം ടൈം നമ്മളെല്ലാവരും ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വരുമാനം ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 100 പേര് പങ്കെടുത്ത പ്രോഗ്രാം. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ സൂം മീറ്റിംഗ് ഇപ്പൊ കാലത്ത് 11 മണിക്ക് ആരംഭിക്കുന്നു. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഡെയിലി നമുക്ക് 3 നേരം സൂം മീറ്റിംഗ് കിട്ടും. മോർണിംഗ് 6, സെയിം ടൈം 11, നൈറ്റിൽ 8 മണിക്കും പ്രോഗ്രാം കിട്ടുന്നതായിരിക്കും. ഒരു വരുമാനം ആഗ്രഹിക്കുന്ന, ബിസിനസ് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ് ഇവിടെ നമ്മളിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഏതാണ് കമ്പനി, ആ കമ്പനിയുടെ പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, പ്ലാന്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം ഏത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാൻ നമ്മൾ തയ്യാറാവണം. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. ഡെയിലി വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനത്തിലേക്ക് എത്താൻ സഹായിക്കും. അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. കമ്പനിക്ക് എങ്ങനെ വരുമാനം കിട്ടുന്നു, കമ്പനി എങ്ങനെയൊക്കെ നമുക്ക് തരുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ഈ കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്യാം, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവരും നമുക്കൊരു ഫ്രണ്ട്സോ അതല്ലെങ്കിൽ ഒരു ഫാമിലി അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഏതെങ്കിലും തരത്തിലായിരിക്കും ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുണ്ടാവുക. ആ ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ സ്പോൺസർഷിപ്പിൽ അഥവാ റെഫറിൽ നമുക്ക് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാവാം. ഒരു രജിസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ പേരും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പ്ലേ സ്റ്റോറിൽ വെച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു സേവ് കാർട്ട്, ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം, സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ഡിസംബർ 8 തന്ന സേവ് ആപ്പ് പ്രോ ആപ്ലിക്കേഷൻ, ഇതും നമ്മളിലേക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ നമ്മളിലേക്ക് തന്നു. ഇതെല്ലാം ഉപയോഗിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴും നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനി നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിയെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. 1998 ഒരു പാർട്ണർഷിപ്പ് ഫോമോട് കൂടി ആരംഭിച്ചു. 2008 പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും ഒരുപാട് ചെറുതും വലുതുമായ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളെല്ലാം നിർമ്മിച്ച് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇന്റഗ്ര എന്ന ഒരു ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനി. ഈ കമ്പനിയുടെ പേരാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങൾ mysaving.in എന്ന വെബ്സൈറ്റിൽ പോയാൽ അബൌട്ട് us എക്സ്പീരിയൻസ് ടോട്ടലി അറിയാൻ പറ്റും. എന്താണ് ഈ കമ്പനി ചെയ്യുന്ന പ്രോഗ്രാമുകൾ എല്ലാം. തീർച്ചയായിട്ടും ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനി 2021 നമ്മളിലേക്ക് തന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ് സേവ് ആപ്പ്, പേഴ്സണൽ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, ഏത് കുട്ടികൾക്കും എത്ര ഏജുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന 16ഓളം ഫീച്ചേഴ്സ് ഉണ്ട് ഈ ആപ്ലിക്കേഷനുള്ളിൽ. മണി മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്, നമ്മുടെ പേഴ്സണാലിറ്റി, ഡ്രീം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്.
അതാണ് സേവർ. ലോകത്തിൽ എവിടെയുള്ള ആളുകൾക്ക് അതാത് നാട്ടിലെ ഫോൺ നമ്പർ വെച്ച് രജിസ്ട്രേഷൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ പ്രൊഡക്റ്റ്. കുട്ടികൾക്കും ഏജുള്ളവർക്കും ഒക്കെ ഉപയോഗിക്കാം. ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണം ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു പ്രൊഡക്റ്റ്. കാരണം സാമ്പത്തിക അച്ചടക്കം എല്ലാവർക്കും വേണം. ഇതെങ്ങനെ ഉപയോഗിക്കാം അതിന്റെ ട്യൂട്ടോറിയൽ അതിനുള്ളിൽ തന്നെയുണ്ട്. ഓരോന്നും ഓപ്പൺ ചെയ്യുമ്പോൾ പേയ്മെന്റ്, റെസിപ്റ്റ്, നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡിജിറ്റൽ ബില്ല് ഉണ്ടാക്കി കൊടുക്കാം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസിനൊക്കെ നമുക്ക് ഡിജിറ്റൽ ബില്ല് ഉണ്ടാക്കി കൊടുക്കാം. ഇതിനുള്ള പ്രൊഡക്റ്റ്, ഇതിന്റെയൊക്കെ ട്രെയിനിങ് നമുക്ക് മോർണിംഗ് മീറ്റിംഗിലൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടും. അതിന്റെ റെക്കോർഡുകൾ ബിസിനസ് പോയിന്റ് ചാനലിൽ പോയാൽ കിട്ടും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തികച്ചും ഫ്രീ ആയിട്ട് നമുക്കും നമ്മുടെ മക്കൾക്കും അതോ നമ്മുടെ ഫാമിലിക്കും പഠിക്കുന്നത് വരെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ കമ്പനി നമ്മളിലേക്ക് തരുന്നത്. നമുക്ക് എവിടെയും ചെന്ന് പറയാൻ പറ്റും. അതിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കുക, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തുന്നില്ല? നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ സാലറി കിട്ടുന്നുണ്ട്, ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ ബാങ്ക് ബാലൻസ് 0. ഒന്നും ഒരാളും പഠിപ്പിക്കുന്നുമില്ല സാമ്പത്തിക അച്ചടക്കം. കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ നമ്മുടെ മുൻ തലമുറ, നമ്മുടെ അല്ലെ വല്യച്ഛൻ, അല്ലെ വല്യപ്പ, വല്യമ്മ, ഇങ്ങനെയുള്ള കുറെ ആളുകൾ, ഞാൻ ഒരു സാധാരണ ലെവൽ പറയാൻ ആഗ്രഹിക്കുക. അവരൊന്നും നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബാധ്യതകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചവരായിരുന്നു. അവർക്ക് മണി മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ബുക്കും പെന്നൊക്കെ ഉണ്ടായിരുന്നു, നോട്ട് ചെയ്യലുണ്ടായിരുന്നു. 10 പൈസയുടെ മിഠായി വാങ്ങിയാലും നോട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് 10,000 കിട്ടിയാൽ എങ്ങനെ 20,000 ചെലവഴിക്കാൻ പറ്റും? കടം വാങ്ങിയിട്ടാണെങ്കിലും. സേവ് ചെയ്യാൻ ആരും പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടുമില്ല. സ്കൂളുകളിലും കോളേജുകളിലും എവിടെയില്ല കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, സാമ്പത്തിക അച്ചടക്കം. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പിലൂടെ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ച് അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നമ്മളിലേക്ക് തന്ന ഈ ഒരു അവസരം. നമ്മൾ കിട്ടുന്ന വരുമാനം ചെറുതാണെങ്കിലും അതിൽ നിന്ന് സേവ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളത് ചെലവഴിക്കാൻ. കൃത്യമായിട്ട് ഒന്നും കൂടിയും പറയാം. ഇപ്പൊ നമുക്കൊരു 100 രൂപ ഒരു ദിവസത്തെ വരുമാനമാണ് എന്ന് കൂട്ടിക്കുക, 100 രൂപ. ആ 100 രൂപയിൽ 10 രൂപ നമ്മൾ സേവ് ചെയ്യണം. ബാക്കിയുള്ളത് വേണം നമ്മൾ ചെലവഴിക്കാൻ, മറ്റുള്ള കാര്യങ്ങൾക്ക്. ബാധ്യതകൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലേക്ക് സേവ് ചെയ്ത് പഠിക്കണം നമ്മൾ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് 1000 കിട്ടിയ 2000 ചെലവഴിക്കാൻ പറ്റും നോക്കും. എന്നാൽ നമുക്ക് മുന്നിൽ തന്നെ വെറും 10,000 സാലറി കിട്ടുന്ന ആളുകള് ഒരു ബാധ്യതയില്ലാതെ ജീവിക്കുന്നവരുണ്ട്. ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു ബാധ്യതയിലേക്ക് പോകുന്നു. നമ്മൾ ഇന്ന് മുതൽ ഈ പ്രോഗ്രാം കേൾക്കുന്ന ഓരോരുത്തരും ചെയ്യണം, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പൊ പലരും ചിന്തിക്കും, അല്ല ഇത്രയും വർഷം ഇതൊക്കെ ഉണ്ടായിട്ടാണോ ചെയ്തത് എന്നുള്ളതൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ നമ്മളിത് മനസ്സിലാക്കി നമ്മുടെ മക്കളിലേക്കും പേരമക്കൾ, അല്ലെ മക്കളുടെ മക്കളിലേക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണ് ഈ കമ്പനി 2021 ഇത്രയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, ഒരുപാട് 10-16ഓളം ഫീച്ചേഴ്സ് ഉണ്ട് ഈ ആപ്ലിക്കേഷനുള്ളിൽ. ഒരുപാട് ക്ലബ് ചെയ്തിട്ട് നമ്മുടെ ഒരു PA ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് സേവർ. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിൽ പഠിക്കാം. തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾ ഇതിൽ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ മീറ്റിങ്ങുകൾ, നിങ്ങൾ ഈ കമ്പനി തരുന്ന പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഈ പറഞ്ഞതൊക്കെ. നമ്മളൊരു മണി മാനേജ്മെന്റ് പഠിക്കണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം? ടൈം മാനേജ്മെന്റ്, ഒരു 1 ഡേ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് കിട്ടണമെങ്കിൽ എത്ര പണം കൊടുക്കണം?
നമ്മളൊരു ആഗ്രഹം, സ്വപ്നമില്ലേ നമ്മുടെ, അതിന് കിട്ടുന്ന പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര കാശ് കൊടുക്കണം? അതൊക്കെ ഇവിടെ ഒരു പ്രൊഡക്റ്റ്, ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഒരു ടൂൾസ് തന്ന് അതുപയോഗിച്ച് നമ്മളെ ശരിക്കങ്ങ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തീരുമാനം എടുത്താൽ മതി ഇതൊക്കെ പഠിക്കണം, ഇത് പഠിച്ച് സമൂഹത്തിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട്, 2021 മുതലുണ്ട് കേട്ടോ. ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരുണ്ട്, ഒരുപാട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പ്ലേ സ്റ്റോറിൽ വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റ്, ഈ ആപ്ലിക്കേഷൻ ലോകത്തിലേക്ക് എത്തിക്കണം. ഇത് എത്തിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണ്ടേ? ഒന്നുകിൽ ഒന്നോ രണ്ടോ സെലിബ്രിറ്റികളെ വെച്ച് മാർക്കറ്റ് ചെയ്യാം, കമ്പനിക്ക് പണം ഉണ്ടാക്കാം, സെലിബ്രിറ്റികൾ എൻജോയ് ചെയ്യും, ഒന്നോ രണ്ടോ പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരും. അതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ എടുക്കുക, അത് കാണുമ്പോൾ നമ്മൾ വാങ്ങിക്കും, ഉപയോഗിക്കും, നമ്മൾ പറയും നല്ലൊരു ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയോട് പറയും, അവരും വാങ്ങിക്കും. പണം കൊണ്ടുപോകുന്നത് കമ്പനി, അതേപോലെ ഈ ഒന്നോ രണ്ടോ സെലിബ്രിറ്റികൾ. നമ്മളാണ് മാർക്കറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷൻ ആര് ഉപയോഗിക്കുന്നു, ആര് മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നു, അവരിലേക്കാണ് കമ്പനി വരുമാനം കൊടുക്കുന്നത്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് ഷെയർ ചെയ്യുന്നത്. വേറെ ഒരു സാമ്പത്തിക ഇടപാടും ഇവിടെ ഇല്ല. ഇവിടെ പണം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത് ബിസിനസ് ആയിട്ട് നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതങ്ങ് ഉണ്ടാക്കാൻ പറ്റും. പരിധിയില്ലാതെ പണം ഉണ്ടാക്കാൻ പറ്റും. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഈ കമ്പനിയുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരും മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നവരിലേക്ക് പണം കൊടുക്കുന്നു. 3 രീതിയിലാണ് ഈ കമ്പനിക്ക് പണം എത്തുന്നത്, കമ്പനിയിലേക്ക് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം കമ്പനിക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇന്ന് കുറച്ച് കൂടുതൽ ടൈം ഒക്കെ എടുക്കും കേട്ടോ പ്രോഗ്രാം. ബിസിനസ് വേണം, വരുമാനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ പ്രോഗ്രാം ഫുള്ളായിട്ട് കേൾക്കുക. നിങ്ങൾ അവിടെ ഇവിടെ കേട്ടത് കൊണ്ട് ഒരു ക്ലാരിറ്റി കിട്ടൂല. ഏതെങ്കിലും ഒരു ഭാഗം പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയാൽ നിങ്ങളുടെ ഒരു നല്ലൊരു അവസരം നഷ്ടപ്പെടും. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം കിട്ടുന്ന പ്രോഗ്രാമുകളുണ്ട്, ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ മാർക്കറ്റിംഗിൽ എങ്ങനെയാണ് നോക്കിക്കോ. 2024 കമ്പനി, നമ്മളും നമ്മുടെ ഫാമിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ റീചാർജ് ഉണ്ടല്ലോ, ജിയോ, എയർടെൽ, VI, BSNL, ഇത്തരം റീചാർജുകളൊക്കെ ഈ ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റും. ഒരു അധിക ചാർജ് കൊടുക്കേണ്ട. നമുക്കറിയാലോ, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎമ്മിനെല്ലാം റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കാശ് കൊടുക്കേണ്ട, അധികം കൊടുക്കണ്ടേ? ഒരു 299 രൂപ റീചാർജ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ പേയിലൂടെ ആണെങ്കിൽ 300 രൂപ 90 പൈസ പേ ചെയ്യണം. എന്നാൽ ഇവിടെ അത് വേണ്ട. നമ്മൾ എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യുന്നത് അത് കൊടുത്താൽ മതി. അപ്പൊ ഒരു വീട്ടിൽ എത്ര റീചാർജ് ഉണ്ടെങ്കിലും ചെയ്യുമ്പോൾ അത് നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് ആണ്. അതുകൂടാതെ ക്യാഷ് ബാക്ക് കിട്ടും. അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയിലേക്ക് കൊടുത്ത വരുമാനം കിട്ടും. ഇത് നമ്മുടെ കമ്പനിക്ക് മാത്രമല്ല ചെയ്യുന്നത്. എന്താണ്? ഗൂഗിൾ പേക്കും ഫോൺ പേക്കും പേടിഎമ്മിനും ഏതെല്ലാം ആപ്ലിക്കേഷനിലൂടെ നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ടോ ആ പ്ലാറ്റ്ഫോമിനൊക്കെ ജിയോ, എയർടെൽ, VI, BSNL വരുമാനം കൊടുക്കുന്നുണ്ട്. അതാത് കമ്പനികൾ എൻജോയ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ നമ്മുടെ കമ്പനിയുടെ ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ആ വരുമാനമാണ് കമ്പനി ഷെയർ ചെയ്യുന്നത്. 1 അത് 10 രൂപ കിട്ടിയാൽ 9 രൂപയും ഷെയർ ചെയ്യും. മനസ്സിലായിട്ടുണ്ടാകും. നമ്മള് ഇപ്പൊ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ നമ്മൾ പറയും തികച്ചും ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തന്നു. എന്നാൽ ഗൂഗിൾ പേയുടെ വരുമാനം എന്താ? എവിടുന്നാ കിട്ടുന്നത്? കണക്ക് കൂട്ടിക്കോ. 1 രൂപ 90 പൈസ ഗൂഗിൾ പേ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒരു റീചാർജിന് കോടിക്കണക്കിന് റീചാർജുകൾ ഇൻറ്റു 1.90 ഗൂഗിൾ പേയുടെ ഒരു വരുമാനമാണ്. ഇനി അത് മാത്രമല്ല, 7 രൂപ മുതൽ 14 രൂപ വരെ ഓരോ റീചാർജിനും ഗൂഗിൾ പേക്ക് കിട്ടുന്നുണ്ട്. എങ്കിൽ 7ഉം 14 ഒക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തോ, 5 രൂപ വെച്ച് കൂട്ടിക്കോ. കോടിക്കണക്കിന് റീചാർജുകൾ ഇൻറ്റു 5 ഗൂഗിൾ പേയുടെ മറ്റൊരു വരുമാനമാണ്. പിന്നെ ഗൂഗിൾ പേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തന്നൂടെ? ഇത് അതിന്റെ മാത്രം. ബാക്കിയുള്ളതിലൂടെ കിട്ടുന്ന വരുമാനം എന്താ?
നമ്മൾ പറയും ഗൂഗിൾ പേ ഫ്രീ, ഫോൺ പേ ഫ്രീ, പേടിഎം. ഈ പ്രോഗ്രാം കേൾക്കുന്ന നിങ്ങള്, നമ്മൾ ഒരു IT കമ്പനി റൺ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി പ്ലേ സ്റ്റോറിൽ വെച്ചിട്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വരുമാനം കിട്ടാതെ കൊടുക്കുമോ? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അത് നിലനിർത്തി പോകണമെങ്കിൽ എത്ര എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ ഒരു തരത്തിൽ വരുമാനം കാണും. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വേറെ ഒന്നുമില്ല. കമ്പനിക്ക് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കാശ് വരും, കിട്ടുന്നതിന്റെ 90% ഷെയർ ചെയ്യും. ഇത് 2021 മുതൽ ലൈവാണ്, അന്നും ഇന്നും. ഒന്നുകൂടിയും ഈ ആപ്ലിക്കേഷൻ മാർക്കറ്റിലേക്ക് എത്തിയാൻ വേണ്ടിയിട്ട് കമ്പനി 2025 മെയ് മാസത്തില് സേവ് കാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മളിലേക്ക് തന്നു. ഒരു ഇ-കൊമേഴ്സ്, ഒരു മാർക്കറ്റിംഗ് പ്ലേസ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ഇല്ലേ, അതേപോലെ അത്ര വലുതല്ല കേട്ടോ, ചെറുത്. വലുതായിക്കോളും. പതുക്കെ പതുക്കെ നമുക്ക് അങ്ങ് പോവാം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോകാം. ആരും വേദനിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല, ടെൻഷൻ അടിപ്പിക്കുന്നില്ല. എന്താണ് ഈ ആപ്ലിക്കേഷനിൽ, ഈ ഒരു സേഫ് കാർഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിൽ പല പ്രൊഡക്റ്റുകളും ഉണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾ വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ആ കിട്ടുന്ന വരുമാനം 100 രൂപയാണെങ്കിൽ 100 രൂപയിൽ നിന്ന് 90 രൂപയും ഷെയർ ചെയ്യും. നല്ലൊരു കാര്യമില്ലേ? അതിൽ എന്തൊക്കെയുണ്ട്? ചോക്ലേറ്റ് ഉണ്ട്, മിഠായി ഉണ്ട്, അല്ല നട്ട്സ് ഐറ്റംസ് ഉണ്ട്, ബെഡ്ഷീറ്റ്, ഒരു 10-14ഓളം അച്ചാറുകളുണ്ട്, ഹെൽത്ത് പ്രൊഡക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, IT പ്രൊഡക്റ്റ്, എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഈ കാർട്ടിലൂടെ നമുക്ക് വാങ്ങിക്കാം. നമ്മൾ വാങ്ങിക്കുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സ് വാങ്ങിക്കുമ്പോൾ, നമ്മുടെ ഫാമിലി വാങ്ങിക്കുമ്പോൾ കമ്പനിക്ക് വരുമാനം കിട്ടും. ഒന്നും കൂടിയും പറയാം. ഇപ്പോ നിങ്ങൾ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുന്നു, ഒരു 2-3 വർക്കിംഗ് ഡേയ്സിൽ നിങ്ങളുടെ വീട്ടിലെ സാധനം അങ്ങ് കിട്ടും. നിങ്ങൾ കാശ് കൊടുത്ത് 250 രൂപ ഒരു ചോക്ലേറ്റ് നിങ്ങൾക്ക് തന്നു, പ്രൊഡക്റ്റ് വീട്ടിൽ വരുന്നു. കമ്പനിക്ക് ഒരു 50 രൂപയെങ്കിലും ലാഭം ഉണ്ടാവില്ലേ? ആ ലാഭത്തിന്റെ ഒരു 90% ഷെയർ ചെയ്യുന്നു. ഇതാണ് ബിസിനസ്. അപ്പൊ രണ്ടെണ്ണം മനസ്സിലായി. റീചാർജോടെ കമ്പനിക്ക് കിട്ടുന്നു, ഇതിൽ നിന്ന് ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോഴും കമ്പനിക്ക് വരുമാനം കിട്ടുന്നു, ഷെയർ ചെയ്യുന്നു. നെക്സ്റ്റ്, ബിസിനസ്സും മാർക്കറ്റിംഗും ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ശരിക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. നെക്സ്റ്റ്, ഈ ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ സേവ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിലും കമ്പനിക്ക് വരുമാനം കിട്ടും. ആ കിട്ടുന്ന വരുമാനത്തിന്റെ 85 മുതൽ 90% ഷെയർ ചെയ്യുന്നു. ഇതാണ് കമ്പനിക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇതിലൂടെ വാങ്ങിച്ചെടുക്കാം, നമ്മൾ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണമാക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, നേരത്തെ പറഞ്ഞു, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതങ്ങുണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ ആപ്ലിക്കേഷൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് ഒന്നും കൂടി സ്പീഡാക്കാന് ഈ സേവ് കാർട്ടിനുള്ളില് സേവ് പ്രോ എന്നൊരു ആപ്ലിക്കേഷൻ 2025 ഡിസംബർ 8 രാത്രി 9 മണിക്ക് നമ്മളിലേക്ക് തന്നു. പർച്ചേസ് ആരംഭിച്ചു. സേവ് പ്രോ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്, സ്വന്തം പ്രൊഡക്റ്റ്. സേവ് കാർട്ടിൽ നിന്നും ഇത് നമുക്ക് വാങ്ങിക്കാം. നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് UPI ഏത് ഫോർമാറ്റിൽ നമുക്കത് സ്പോട്ടിൽ പർച്ചേസ് ചെയ്യാം. ഈ എക്സ്പെൻസ് ട്രാക്കർ അഥവാ സേവ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എക്സ്പെൻസ് ട്രാക്കർ നമ്മുടെ എക്സ്പെൻസിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ഡെയിലി ഉള്ള ചെലവുകള്, അതേപോലെ തന്നെ നമ്മുടെ വരുമാനം ഒക്കെ ഫോളോ അപ്പ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെ പണം ഉണ്ടാക്കാനും സഹായിക്കും ഈ ആപ്ലിക്കേഷൻ. എങ്കിൽ ഇതിന് വരുന്ന എമൗണ്ട് എത്രയാ? MRP വരുന്നത് 2000 രൂപയാണ്, 2000 പ്ലസ് GST. എന്നാൽ നമുക്ക് ഈ കാർട്ടിലൂടെ, ഈ സേവ് കാർട്ടിലൂടെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വെറും 1000 പ്ലസ് GSTക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. 1000 പ്ലസ് GST 1180 രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും. ജീവിതത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലും മാർക്കറ്റിലും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കും. അത് ഉറപ്പാണ്, ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കിട്ടൂല. നിങ്ങൾ അത് പഠിക്കണം, ഉപയോഗിക്കണം.
ഇനി നിങ്ങൾ ഇത് വാങ്ങിച്ചു, ഈ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ഈ ഒരു 1000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഈ കമ്പനി വരുമാനം തരികയാണ്. കമ്പനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് നിങ്ങളിലേക്ക് തരുന്നത്. അതാ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു 1000+ GST കൊടുത്തിട്ട്, നമുക്ക് ആ പ്രൊഡക്റ്റ് തന്നു, പഠിക്കുന്നത് വരെ പഠിപ്പിക്കുന്നു. മോർണിംഗ് 6 മണിക്ക് പ്രോഗ്രാമിൽ നിങ്ങൾ കയറുക, അതല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വീഡിയോസ് എടുത്ത് കണ്ട് പഠിക്കുക. 1000 രൂപയ്ക്ക് എത്രയോ മടങ്ങ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് പണം നമ്മൾ പുറത്തു പോയി പല കാര്യങ്ങളും പഠിക്കുന്നത് അതൊക്കെ ഈ ആപ്ലിക്കേഷനിലൂടെയും പ്രോഗ്രാമുകളുടെയും കിട്ടും. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം. ഇത് നിങ്ങൾ വാങ്ങിച്ചതിന്റെ പേരിൽ സീനിയോറിറ്റി ലെവലില് ഈ കമ്പനിയിൽ നിന്ന് ആദ്യം വാങ്ങിക്കുന്നവരിലേക്ക് 3 ടൈമിലായിട്ട് കമ്പനി വരുമാനം തരികയാണ്. വെറും 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിക്ക് 3 ടൈമിലായിട്ട് വരുമാനം തരുന്നു. ആദ്യം ഒരു 1000 രൂപ, രണ്ടാമതൊരു 3000 രൂപ, മൂന്നാമതൊരു 20,000 രൂപ, ടോട്ടൽ 24,000 രൂപ ഈ കമ്പനി നമ്മളിലേക്ക് ഈ ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നവർക്ക് തരികയാണ്. എങ്ങനെ ഇത് കിട്ടുന്നത്? ഈ കമ്പനിയിൽ ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്ന എല്ലാവരും സീനിയോറിറ്റി ലെവലിൽ ഒരു ഒറ്റ ക്യൂവിൽ വന്നിട്ടാണ് പ്ലേസ്മെന്റ് ആവുക. അപ്പൊ ആദ്യം വരുന്നവരൊക്കെ ആ ക്യൂവിനുള്ളിലേക്ക് അങ്ങ് കയറി നിൽക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകൾ വരുമ്പോഴും ആ ആദ്യം വരുന്നവരൊക്കെയാണ് ആ സീനിയോറിറ്റി കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോ എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കിക്കോ. ഫസ്റ്റ് 4 പർച്ചേസ്, ഓരോ 4 പർച്ചേസ് കമ്പനിയിൽ വന്നാൽ മതി. നമ്മൾ ചെയ്യുന്നത് അങ്ങനല്ല, നമ്മുടെ ടീം അങ്ങനൊന്നുമല്ല. ഈ കമ്പനിയിൽ വന്നാൽ മതി. 4 പർച്ചേസ് കമ്പനിയിൽ വന്നാൽ ഏറ്റവും മുകളിൽ ആര് നിൽക്കുന്നു, അവർക്ക് 1000 രൂപ അങ്ങ് റിലീസ് ചെയ്യും കമ്പനി. വീണ്ടും 4 പേര് വരുമ്പോ അടുത്ത ആൾക്ക് 1000 രൂപ. വീണ്ടും 4 പർച്ചേസ്, അടുത്ത ആൾക്ക് 1000. ഓരോ 4 പർച്ചേസ് കമ്പനിയിൽ നടക്കുമ്പോൾ ആദ്യം ക്യൂവിൽ നിൽക്കുന്നത് ആരൊക്കെയാണോ അവരിലേക്ക് 1000 രൂപ അങ്ങ് റിലീസാകും. ഈ ആപ്ലിക്കേഷൻ വാങ്ങിച്ചതിന്റെ പേരിൽ കിട്ടുന്ന ഒരു ഇൻകം. ഇപ്പൊ ഏകദേശം 1000 എബോ, വെറും ഇന്നേക്ക് 34-35 ദിവസമായിട്ടുള്ളൂ. 1000 എബോ 1000 റിലീസായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടുന്ന കാശാണ്. രണ്ടാമത് 3000 രൂപയാണ്. 1000 കിട്ടിയ ആളുകൾക്ക് രണ്ടാമത്തെ പൂളിൽ നിന്ന് കിട്ടുന്നത് 3000 രൂപ. അവിടെ വരുന്നത് 8ന്റെ ബ്ലോക്കാണ്. 8 ഇതെങ്ങനെയാണ് കണക്കൊക്കെ നമ്മൾ പറഞ്ഞു തരൂ കേട്ടോ, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. 8ന്റെ ബ്ലോക്ക്. 1000 കിട്ടിയ 8 പേര് വരുമ്പോ സീനിയോറിറ്റി ലെവലിൽ ആരാണോ നിൽക്കുന്നത് അവരിലേക്ക് അങ്ങ് 3000 രൂപ റിലീസാകും. വെരി നെക്സ്റ്റ് ഡേ 3000. ഇതാണ് 2. അങ്ങനെ ഓരോ 8 വരുമ്പോഴും 3000 റിലീസാകും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? 16ന്റെ ബ്ലോക്ക്. 3000 കിട്ടിയ 16 പേര് വരുമ്പോ ടോപ്പിൽ അതോ സീനിയോറിറ്റി ലെവലിൽ ആര് നിൽക്കുന്നു അവരിലേക്ക് 20,000 രൂപ റിലീസാകും. അപ്പൊ 4ന്റെ ബ്ലോക്ക്, 8ന്റെ ബ്ലോക്ക്, 16ന്റെ ബ്ലോക്ക്. ഇതാണ് സംഭവം. ഈ 20,000 കിട്ടുന്ന സെയിം ടൈം കമ്പനി ഒരു 14,157ന്റെ ഒരു പർച്ചേസ് കൂടി കമ്പനി ഫ്രീ ആയിട്ട് ചെയ്തു തരും. 14,157. ആ പർച്ചേസിംഗിലൂടെ 3,12,000 രൂപയോളം നമ്മളിലേക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. 3,12,000 രൂപ. നമ്മൾ ആകെ കൊടുക്കുന്ന പ്രോഗ്രാം എന്താണ്? നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട, നമുക്ക് വേണ്ട, നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന ഒരു കാശാണ് ഇത്രയും പണം. വിശ്വസിക്കാൻ പറ്റുമോ? ലാസ്റ്റ് വരെ കേൾക്ക്. നേരത്തെ പറഞ്ഞു, എനിക്കൊക്കെ മനസ്സിലായി, ഇതൊന്നും നടക്കുന്നതല്ല. അതുകൊണ്ട് ഇനി മതി കേട്ടത്, ടൈം കളയുന്നില്ല. അല്ലേ? ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതൊരു തട്ടിക്കൂട്ട് പ്രോഗ്രാം അല്ല. ഇത് വെറുതെ ചുമ്മാ ഉണ്ടാക്കി കൊണ്ടുവന്ന് സംസാരിക്കുന്ന പ്രോഗ്രാം അല്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി പറയാ, ജീവിതത്തിൽ വിജയിക്കണോ? ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ജെനുവിൻ ആയിട്ട്, ആരെയും വേദനിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ,
ടെൻഷൻ അടിപ്പിക്കാതെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് പേരെ ഹാപ്പി ആക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് ഈ വെറും ഒരു 34-35 ദിവസത്തിനുള്ളിൽ ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ട്. ഈ പ്രോഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ ഇതിലുള്ള ആളുകൾ തന്നെ നോക്കിയാൽ ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷത്തിന് മുകളിൽ സമ്പാദിച്ചവരുണ്ട്. അതെങ്ങനെയൊക്കെയാന്നുള്ളത് ലാസ്റ്റ് വരെ ഇരുന്നാൽ മനസ്സിലാകും. കേൾക്കണം നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു 3 ടൈമിലായിട്ട് 24,000 കിട്ടുന്നു. അതോ 1,000, 3,000, 20,000 പ്ലസ് ഒരു 14,150 പാക്കേജ് ഫ്രീ ആയിട്ട് തരുന്നു. ഇത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വാങ്ങിച്ചാൽ കിട്ടുന്ന ഒരു കാശാണ്. എങ്കിൽ സെയിം ടൈം 10 എണ്ണം നമുക്ക് പർച്ചേസ് ചെയ്യാം. ഒരാളുടെ പേരിൽ ഒരുമിച്ച് 10 എണ്ണം വാങ്ങിക്കാം. അങ്ങനെ 10 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 10 × 1,000 അതൊക്കെ ഒരുമിച്ച് വന്ന് അങ്ങ് പ്ലേസ്മെന്റ് ആകും. അപ്പൊ 10 എണ്ണത്തിന്റെ കാശ് ഒരുമിച്ചാണ് വരിക നമ്മളിലേക്ക്. 10 × 1,000, 10 × 3,000, 10 × 20,000, ടോട്ടൽ 2,40,000 രൂപ പ്ലസ് 10 ഫാമിലി പാക്കേജ് അഥവാ 14,157 10 പാക്കേജും പർച്ചേസ് ചെയ്ത് തരും. ഇതാണ് പ്രോഗ്രാം. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ 10 എണ്ണം ഒരുമിച്ച് വാങ്ങിച്ചു. നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കണം. നല്ല കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല പ്രോഗ്രാമാണ്, ഇതിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാനുള്ള സ്റ്റെപ്പ് ഉണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ 10 എണ്ണം വാങ്ങിച്ചു. ഈ വാങ്ങിച്ചത് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ റീറ്റെയിൽ ചെയ്യാം? ബിസിനസ് താല്പര്യമില്ലാത്ത ആളുകളുണ്ടാകും, പക്ഷെ സാമ്പത്തിക അച്ചടക്കം എല്ലാവർക്കും വേണം. അപ്പൊ നമ്മൾ ഒരു IT കമ്പനിയുടെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ ഒരു ജമാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവർക്ക് ബിസിനസ് താല്പര്യമില്ല. അവര് കൃത്യമായി പറഞ്ഞു കൊടുത്ത് നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഉപയോഗം പറഞ്ഞു കൊടുത്ത് അവർക്ക് നമുക്ക് റീറ്റെയിൽ ചെയ്യാം. ഇതിന് MRP 2,000 രൂപയുണ്ട്. ഒന്നുകിൽ 2,000 രൂപക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാം, അതല്ലെങ്കിൽ അവൻ ഒന്ന് നന്നാവട്ടെ, ഒന്ന് ഉപയോഗിക്കട്ടെ, ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ തികച്ചും ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാം. നമുക്കിവിടെ വരുമാനം കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ വാങ്ങിച്ചപ്പോൾ അതിലൂടെ കിട്ടുന്ന നോൺ വർക്കിംഗ് ഇൻകം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ മോർണിംഗ് മീറ്റിംഗിൽ കൃത്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ റെക്കോർഡുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും എന്ത് ചെയ്യാം? നമ്മൾ റീറ്റെയിൽ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിച്ച് കൊടുത്ത്, അല്ല അവർക്ക് വേണ്ട ഫോളോ അപ്പ് സപ്പോർട്ടൊക്കെ കൊടുത്ത് വാങ്ങും. ആ വാങ്ങിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് ബിസിനസ് ഇല്ല, അവർക്ക് വരുമാനം കിട്ടൂല. അവർക്ക് ബിസിനസ് വേണോ, വരുമാനം വേണോ, ഈ ബിസിനസ്സിലേക്ക് വന്നു, അത് ഈ പ്രോഗ്രാമിലേക്ക് വരണം. എന്നാൽ അവർക്ക് വരുമാനം കിട്ടും. അവർ ഉപയോഗിക്കുന്ന നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഒരു മണി മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകും. വരുമാനം നമ്മളല്ല വാങ്ങിച്ചിട്ടുള്ളത്, അവർക്കാണ് കിട്ടുക. ഒന്ന് ക്ലാരിറ്റി തന്നതാണ്. ഓക്കെ. അപ്പൊ 10 എണ്ണം ഒരുമിച്ച് വാങ്ങിക്കാം. പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കാം. വീണ്ടും വീണ്ടും നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാം. ഇനി ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലിയിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരുമാനം കിട്ടും? ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, നമുക്ക് ആരോടും പറയാൻ പറ്റുന്ന കമ്പനിയുടെ പ്രൊഫൈലുണ്ട്, പ്രൊഡക്റ്റ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. ഇല്ലേ, നമുക്ക് പറയാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ള ഒരു IT കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്, ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ചെയ്യുന്നത്, നമുക്ക് പറയാൻ പറ്റൂലേ? അതിനുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക്. എങ്കിൽ നമ്മൾ ഒരാൾക്ക് ഇത് കൊടുക്കുന്നു. ഒരാൾ ഈ കമ്പനിയിൽ നമ്മൾ വന്നതുപോലെ ഈ ബിസിനസിന്റെ ഭാഗമാകുന്നു, ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ചു വരുന്നു എങ്കിൽ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് 100 രൂപ സെയിൽസ് കമ്മീഷനായിട്ട് അഥവാ റഫൽ കമ്മീഷനായിട്ട് കിട്ടും. 100 രൂപ. ആ രൂപയുടെ ഒരു പ്രോഗ്രാം കൊടുത്താൽ 100 രൂപ റഫൽ കമ്മീഷൻ. നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന വ്യക്തി 10 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ 10 × 100 1000 രൂപ നമ്മുടെ റഫൽ കമ്മീഷൻ. വെരി നെക്സ്റ്റ് ഡേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ പണം. അപ്പൊ നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. നോ റഫൽ ലിമിറ്റ്.
നോ ടൈം ലിമിറ്റ്, ഒരു കണ്ടീഷൻസും ഇല്ല. എത്ര പേർക്ക് വേണമെങ്കിലും കൊടുത്തു, ഇൻറ്റു 100 നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇൻകം. ഇതാണ് ഒന്നാമത്. രണ്ടാമത്, നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഒരാൾക്കാണോ? ഓക്കെ. 2, 3, 4 പേർക്കാണോ? 10 പേർക്കാണോ? 100 പേർക്കാണോ? എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം, അല്ലെ? ഇതെല്ലാം നമ്മുടെ ഒന്നാമത്തെ ലെവലായിരിക്കും, ഒന്നാമത്തെ ജനറേഷൻ. അവരും ഇതേപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ എത്ര കണ്ട ആളുകൾക്ക് കൊടുക്കുന്നു, അത് രണ്ടാമത്തെ ജനറേഷൻ ലെവൽ, രണ്ടാമത്തെ ലെവൽ. ആ രണ്ടാമത്തെ ലെവലുള്ളവരും എത്ര കണ്ട ആളുകൾക്ക് കൊടുക്കുന്നു, മൂന്നാമത്തെ ലെവൽ. ഇങ്ങനെ പോകുന്ന 20 ലെവൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന 20 ലെവലില് ആര് സേവ് കാർഡിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങിയാലും, അത് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിയാലും, സേവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജുകൾ ചെയ്താലും നമുക്ക് വരുമാനം വന്നുകൊണ്ടേയിരിക്കും. സൂപ്പർ പ്രോഗ്രാമാണ്. 20 ലെവലിൽ നിന്ന് ആര് എന്ത് വാങ്ങിയാലും, നമ്മുടെ കാർട്ടിലുള്ളതും ഇതേപോലെ തന്നെ സേവ് കാർട്ടിൽ നിന്ന് പ്രോ വാങ്ങിയാൽ തന്നെ നമുക്ക് ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കാൻ പറ്റും, ലെവൽ ഇൻകം മാത്രം. അപ്പൊ റഫൽ ഇൻകം പറഞ്ഞു, ലെവൽ ഇൻകം പറഞ്ഞു. മൂന്നാമത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകമാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം. എന്താണെന്നറിയോ? നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് 3 ടൈമിലായിട്ട് 24,000 രൂപ കിട്ടുന്നു. 3 പൂളിൽ നിന്ന് 1000, 3000, 20,000. ഇവർക്ക് കിട്ടുന്ന സെയിം ടൈം അതിന്റെ നേർ പകുതി സ്പോൺസർക്കും കിട്ടും, സ്പോൺസർക്കും ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന വ്യക്തിക്ക് ആദ്യം കിട്ടുന്ന പൂളിംഗ് എത്രയാ? 1000. അത് കിട്ടുന്ന സെയിം ടൈം 500 രൂപ സ്പോൺസർക്കും കിട്ടും. 100 രൂപ റഫൽ കമ്മീഷൻ അപ്പൊ കിട്ടി, ജോയിൻ ചെയ്ത പാട്. അതുകൂടാതെ ലെവൽ ഇൻകം, അത് കൂടാതെ ഒരു 500 കൂടി കിട്ടുന്നത്. ഇനി 3000 കിട്ടുമ്പോ 1500 കിട്ടും സ്പോൺസർക്ക്. അവർക്ക് 20,000 കിട്ടുമ്പോ സ്പോൺസർക്ക് 10,000 കിട്ടും. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തി വെറും 1000 കൊടുത്ത് വരുന്നു, അഥവാ 1000 പ്ലസ് GST കൊടുത്ത് വരുന്നു. അവർക്ക് 24,000 രൂപയും പ്ലസ് ഒരു 14,150 പർച്ചേസ് കമ്പനി ചെയ്തു കൊടുക്കുന്നു. പ്ലസ് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിക്ക് 100, അതുകൂടാതെ ജനറേഷൻ ലെവൽ ഇൻകം, അതുകൂടാതെ ഒരു 500, ഒരു 1500, ഒരു 10,000. ഇത്രയും പണം കിട്ടുന്ന പ്രോഗ്രാം വെറും 1000 രൂപ എമൗണ്ടിൽ. എങ്കിൽ ഇതൊക്കെ നമ്മളൊരു 10 എണ്ണൊക്കെ വെച്ച് ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ 10 ഇൻറ്റു 1000 കിട്ടുമ്പോൾ 10 ഇൻറ്റു 500 സ്പോൺസർക്ക് കിട്ടും. 10 ഇൻറ്റു 3000 കിട്ടുമ്പോൾ 10 ഇൻറ്റു 1500 സ്പോൺസർക്ക് കിട്ടും. 10 ഇൻറ്റു 20,000 അവർക്ക് കിട്ടുമ്പോൾ 10 ഇൻറ്റു 10,000 സ്പോൺസർക്ക് കിട്ടും. ഇതൊക്കെ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തത്. ഞാനിപ്പോ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഈ കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റ്, കമ്പനി തന്നെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന് കമ്പനി വാങ്ങിക്കുന്നത് വെറും 1000 രൂപ. കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. കമ്പനി നമുക്ക് പ്രൊഡക്റ്റ് തന്നു, ഓപ്പർച്യൂണിറ്റി തന്നു, നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പണം ഉണ്ടാക്കാം. എല്ലാ സപ്പോർട്ടും കമ്പനിയുടെ ഭാഗത്തു നിന്ന് തരുന്നു. ഫിസിക്കൽ പ്രോഗ്രാമും ഡിജിറ്റൽ പ്രോഗ്രാമും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ 1000 രൂപ കമ്പനിക്ക് കിട്ടി. കമ്പനിക്ക് തീരുമാനിക്കാം ഇത് ആർക്ക് കൊടുക്കണം, എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ. എങ്കിൽ കമ്പനി മൈക്കൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹായ്, ഹലോ, ഒന്ന് മാറ്റി നിർത്തി. ഹലോ, ഓക്കെ, ഹലോ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. 1000 രൂപ കമ്പനി വാങ്ങി വേറെ തരത്തിൽ ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണെങ്കിലും പണം പമ്പ് ചെയ്യണം, കൊടുത്തേ പറ്റൂ. എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഏത് കമ്പനിക്കാണെങ്കിലും സ്ഥാപനത്തിലാണെങ്കിലും ഇല്ല. അപ്പൊ 1000 രൂപ കമ്പനിക്ക് കിട്ടി. ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് വെറും 200 രൂപ മാത്രം. കമ്പനിയുടെ സ്വന്തം പ്രൊഡക്റ്റും പ്ലാറ്റ്ഫോമും ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും ഒക്കെ ഈ സിസ്റ്റത്തിന്റെ തന്നെയാണ്. സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ. അപ്പൊ 200 രൂപ എടുത്ത് ബാക്കി 800 രൂപയും ഇത് വാങ്ങിക്കുന്നവർക്കും മാർക്കറ്റ് ചെയ്യുന്നവരിലേക്കും കൊടുക്കുകയാണ്. അപ്പൊ 800 രൂപ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്.
800 രൂപയിൽ 100 രൂപ റഫറൽ കമ്മീഷൻ കൊടുക്കും. ബാക്കി 700. 700-ൽ 100 ലവലിംഗത്തിലേക്കും ഈ കമ്പനിയിൽ കോർ കമ്മിറ്റി മെമ്പേഴ്സിനും വേണ്ടിയിട്ട് മാറ്റുന്നു. അപ്പോ 700-ൽ നിന്ന് 100 പോയാൽ ബാക്കി 600 രൂപ. ഈ 600 രൂപയാണ് പൂളിലേക്ക് മാറ്റുന്നത്. ഒരു സിംഗിൾ ഓട്ടോപോൾ സിസ്റ്റം ആണല്ലോ, ഇതിലേക്ക് മാറ്റുന്നത് 600 രൂപയാണ്. ഈ 600 രൂപയിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കോ. ഞാൻ പറഞ്ഞു ആദ്യം 4ന്റെ ബ്ലോക്ക്. ആദ്യം 4 പർച്ചേസ് വരുമ്പോഴാണ് ഒരാൾക്ക് 1000 കൊടുക്കുന്നതും പ്ലസ് സ്പോൺസർക്ക് 500 കൊടുക്കണം, 1500 കൊടുക്കണം. ഓരോ 4 പർച്ചേസ് കമ്പനിയിൽ വരുമ്പോ 4 × 600 2400 രൂപ കമ്പനിയിൽ വരുന്നു. 4 × 600 2400 രൂപ. ഇങ്ങനെ ഓരോ 4 പർച്ചേസ് നടക്കുമ്പോഴും 4 × 600 2400 അങ്ങ് വരുന്നു. ഈ 2400-ൽ നിന്ന് 1000 ആപ്ലിക്കേഷൻ വാങ്ങിച്ച വ്യക്തിക്ക് 500 രൂപ സ്പോൺസർക്കും കൊടുക്കുന്നു. 1500 അങ്ങ് പോകും 2400-ന്ന്. ബാലൻസ് എത്രയുണ്ട്? 900 രൂപ. 900 രൂപയുണ്ട്. 2400-ന്ന് 1500 പോയാൽ 900. ഇതന്നെ ഓരോ 4 വരുമ്പോഴും സംഭവിക്കുന്നത്. 1500 പോകും, 900 ബാക്കി ഉണ്ടാകും. ഈ 900 × 8 രണ്ടാമത്തെ ബ്ലോക്ക്. 900 × 8. 900 × 8 എത്രയാ? കണക്ക് കൂട്ടി നോക്കിക്കോളൂ. ഓരോരുത്തരും ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം, ഇതെങ്ങനെയാണെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ. 8 × 900 ടോട്ടൽ വരുന്ന എമൗണ്ട്. ആ എമൗണ്ടിൽ നിന്നാണ് രണ്ടാമത്തെ നോൺ വർക്കിംഗ് ഇൻകം 3000-ഉം പ്ലസ് അവരുടെ സ്പോൺസർക്ക് 1500, 4500 പോകുന്നത്. അപ്പൊ ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 4500 പോയാൽ ബാക്കി എത്രയുണ്ട്? ആ എമൗണ്ട് × 16. ആ എമൗണ്ട് × 16 2700 രൂപ ഉണ്ടാക്കും. ബാക്കി 2700 × 16 മൂന്നാമത്തെ ബ്ലോക്ക്. ആ ടോട്ടൽ എമൗണ്ടിൽ നിന്നാണ് മൂന്നാമത്തെ പൂളിംഗം 20000-ഉം പ്ലസ് സ്പോൺസർക്ക് 10000-ഉം പ്ലസ് 14157 പർച്ചേസും ചെയ്തു കൊടുക്കുന്നത്. കണക്ക് കൂട്ടി നോക്കുക. ഒരു 957 രൂപയുടെ മാറ്റം കാണാം നിങ്ങൾക്ക്. വെറും 957 രൂപ. ഈ 957 രൂപ കമ്പനി വീണ്ടും പ്രോഫിറ്റിൽ നിന്ന് ആഡ് ചെയ്തിട്ടാണ് പാച്ച് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ പറഞ്ഞ 1000-ഉം 3000-ഉം 20000-ഉം ഈ പറഞ്ഞ 14157 പാക്കേജും ഒക്കെ കിട്ടിയവർ ഇന്ന് ഈ മീറ്റിംഗിലും ഈ പ്രോഗ്രാമിലും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബിസിനസ് എന്താണ്? ബിസിനസ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ്. കമ്പനിയുടെ ആപ്ലിക്കേഷൻ മാർക്കറ്റ് നടക്കുന്നതോടൊപ്പം കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. ഇവിടെ വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇവിടെ എത്ര കണ്ട് ബിസിനസ് നടക്കുന്നു, ആ ബിസിനസ് നടക്കുന്നതിന്റെ സ്പീഡിനനുസരിച്ച് ആദ്യം ആരാണോ ഈ പ്രോഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവരിലേക്ക് ആ പണം അങ്ങ് ഒഴുകിയെത്തും. എന്നാൽ ഈ കമ്പനി ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഗ്രാം ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ സിസ്റ്റം ഉള്ളത്. അപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അവസാനം വന്നവർക്ക് പോലും വരുമാനം എത്തുന്ന രീതിയിലാണ് ഇതിന്റെ പ്രോഗ്രാം. തീർച്ചയായിട്ടും നിങ്ങൾ 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 10ഉം പ്രോഗ്രാമുകളൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാം മനസ്സിലാകും. ഇപ്പൊ ഞാൻ സേവ് കാർട്ടില് ഒരു സേവ് ആപ്രോ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗിലൂടെ കിട്ടുന്ന വരുമാനം മാത്രമാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല ഇതിന്റെ ഇൻകം. ഇതിൽ നിന്ന് ഒരുപാട് ഇൻകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ, ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം, വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം ഉള്ളൊരു പ്രോഗ്രാമാണ്. ടൈം കളയാൻ വേണ്ടി നിങ്ങൾ ഒരാളും ഇങ്ങോട്ട് വരണ്ട. ടൈം കളയാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണോ, പ്ലാറ്റ്ഫോം പവർഫുൾ ആണ്. വർഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതും ഒരു ദിവസം പെട്ടെന്ന് കേട്ട് ഇന്ന് കേട്ട് നാളെ വന്ന് പറയുന്ന പ്രോഗ്രാം അല്ല. വർഷങ്ങൾ 2021, 22, 23 കാലങ്ങളിൽ കൃത്യമായിട്ട് ഈ കമ്പനിയെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ, ഇതിന്റെ ശരിക്കും ഇത് എന്താണ് സേവ് ആപ്പ്, അത് ഉപയോഗിച്ചാൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്, അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ആണ് നിങ്ങൾക്ക് പ്രോഗ്രാം തരുന്നത്. ലോകത്തില് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറും സേവ് ആപ്പ്. അതിലൊരു സംശയമില്ല, ഒരു തർക്കമില്ല.
ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അത് നമ്മളിൽ നിന്ന് ആരംഭിക്കുന്ന കമ്മ്യൂണിറ്റി ആവണമെന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സേവ് ആപ്പും സേവ് കാർഡും ഉപയോഗിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഡെയിലി ഡെയിലി എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ തീരുമാനം എടുക്കുക. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ്, തിരക്കുകളൊക്കെ കഴിഞ്ഞ് അല്ലെ കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരോട് പറയാം, തിരക്കുകൾ അവസാനിക്കൂല, പ്രശ്നങ്ങളും അവസാനിക്കൂല അല്ലെ. എന്നും അതിന്റെ ബാക്കിൽ ട്രാവൽ ചെയ്യുന്നവർ ഒരാളും വിജയിച്ചിട്ടില്ല. വിജയിക്കണോ? ഇപ്പോ തീരുമാനം എടുത്തോ. ഇതുവരെ ആരെങ്കിലും പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോ അല്ലെ നാളെ ചെയ്യാം, അടുത്ത മാസം സാലറി കിട്ടിയിട്ട് അല്ലെ ഞാനൊന്ന് പഠിക്കട്ടെ, നോക്കട്ടെ, എല്ലാം ഓക്കെ, എല്ലാം ഒരു വ്യക്തികളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ഇതിന്റെ സാധ്യത ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് പറയാം. ഒരാളും വേദനിപ്പിക്കാത്ത ഒരു പ്രോഗ്രാം. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരുപാട് 5ഉം 10ഉം 15ഉം 20ഉം 25ഉം ഒക്കെ വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മീറ്റിംഗിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുന്നവരുണ്ടെങ്കിൽ പറയാം, ഇന്നേ വരെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനെന്ത് വേണം? പ്രോഗ്രാം അല്ലേ, കുട്ടികളെ പോലെ ഫുള്ളായിട്ട് കേട്ട് മനസ്സിലാക്കി, ക്ലാരിറ്റി കിട്ടാത്തത് ചോദിച്ച്, ഒന്നുകിൽ കമ്പനി വിസിറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ലീഡേഴ്സിനെ വിസിറ്റ് ചെയ്ത് അല്ലെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി, ഒന്നുകിൽ ഡിജിറ്റലായിട്ട് അതല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. നമ്മൾ ടൈം കണ്ടെത്തണം. അവൻ അങ്ങോട്ട് വരട്ടെ, എന്നോടങ്ങ് പറഞ്ഞു തരട്ടെ എന്ന് വിചാരിക്കുന്നവർക്കൊന്നും പറഞ്ഞതല്ല ബിസിനസ്. നമുക്ക് വേണോ? നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാൻ ടൈം കണ്ടെത്തണം. ഞാൻ അത്രക്കാരനാണ്. നമുക്ക് എന്ത് പ്രോഗ്രാം നല്ലതാണെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ടൈം കണ്ടെത്തണം. നമ്മൾ അതിന് ട്രാവൽ ചെയ്യേണ്ടി വരും, കൂടുതൽ അറിയാൻ, പഠിക്കാൻ. അങ്ങനെയുള്ളവർക്കാണ് ബിസിനസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ, അതോ നമുക്ക് എല്ലാവർക്കും കിട്ടിയ പ്രോഗ്രാം ചെറുതല്ല, വലിയൊരു പ്രോഗ്രാമാണ്. എങ്കിൽ നാളെ മോർണിംഗ് 6 മണിക്കുള്ള സൂം മീറ്റിംഗ് നമ്മൾക്ക് തരുന്നത് ഈ കമ്പനിയുടെ MD രാമചന്ദ്രൻ സാറാണ്. നിങ്ങൾ ആദ്യം പങ്കെടുക്കുന്ന 100 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. 5:50 സൂം മീറ്റിംഗ് ലിങ്ക് ഓപ്പൺ ആക്കും. 6 മണിക്ക്, 6:05 പ്രോഗ്രാം ആരംഭിക്കുക. പക്ഷെ അതിന് മുന്നേ ജോയിൻ ചെയ്യുക. 6:05 ശേഷം വന്നിട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. നിങ്ങൾ ആദ്യം കയറുന്ന 100 പേർക്ക് അലൗഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയാണ്, നാളെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആ 100 പേർക്ക് അല്ല, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയുടെ MDയിൽ നിന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച്, നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഈ ഒരു സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാൻ പറ്റുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേൾക്കാനും അല്ലെ ഏറ്റവും നല്ലൊരു ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ജോലി അല്ല, വിദേശത്തൊക്കെ ജോലി ചെയ്തു, അതേപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്തു അല്ല, ഒരു ബിസിനസ്സിൽ നിന്ന്, ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 3, 4, 5 സ്ഥാപനം, ഇങ്ങനൊക്കെ ചെയ്ത് നമ്മൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചവരാണ് ഞാനടക്കം ഒരുപാട് പേര്. പല മീറ്റിങ്ങിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1,85,000 രൂപ സാലറി മേടിച്ചിരുന്നു സൗദി അറേബ്യയിൽ. ആ നമ്മൾക്ക് പോലും പണം തികയാത്ത ദിവസം, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ, എന്ത് ചെയ്യുന്ന അറിയാതെ ദൂത്തടിച്ചു, അങ്ങനെ തന്നെ പറയാം. അതിനുശേഷം ബിസിനസ് ചെയ്ത് അല്ലെ, ഒരുപാട് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ബിസിനസ് സ്ഥാപനങ്ങൾ, മണി മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വന്തം ബിസിനസ് അല്ലേ, അതുകൊണ്ട് മണി മാനേജ്മെന്റ് ഒന്നും വേണ്ട. ആ രീതിയിൽ നമ്മൾ ഒരുപാട് നഷ്ടപ്പെടുത്തിയവരാണ്. പക്ഷെ ഒരൊറ്റ ഫോൺ കോളിൽ, ഒരു കുടുംബക്കാരോ നാട്ടുകാരോ ബന്ധുക്കാരോ ഒന്നുമല്ലാതെ ഒരൊറ്റ ഫോൺ കോളിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ നമ്മുടെ ഫാദർ മദർ, നമ്മുടെ പഠിപ്പിച്ച ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂടെ നടക്കുന്നവരോ പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ ഒരൊറ്റ ഫോൺ കോളിൽ പറഞ്ഞു തരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കോള് വന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത്, ആരാ നമ്പർ തന്ന്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. ആ ഒരു ക്വാളിറ്റി, ആ ഒരു സംസാരം, ഇതാര് മനസ്സിലാക്കി തിരിച്ചറിയുന്നു അവർക്ക് വിജയം ഉറപ്പാണ്. ഒരൊറ്റ കോളിൽ അരമണിക്കൂർ അറിയാത്ത ഒരാൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിയത്, ഒരുപാട് കാശുണ്ടാക്കാൻ പറ്റിയത്,
ഒരുപാട് പേരിലേക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത്. ഇത് മനസ്സിലാക്കി. ഇപ്പൊ നമ്മളിപ്പോ പല ആളുകളും വിളിക്കുമ്പോൾ ചോദിക്കും, അല്ല ഒപ്പണായിട്ട് ചോദിക്കും, എവിടുന്ന നമ്പർ കിട്ടി, ആരെ തന്ന്, ആരെ വിളിച്ച്, പിന്നെ കഥകളായി. ഒന്നും ചോദിച്ചിട്ടില്ല, ഒറ്റ കാര്യം ഇതൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ച് പൈസ അങ്ങ് അയച്ചു കൊടുത്ത് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയണം, പഠിക്കണം, നിങ്ങളൊന്ന് എനിക്ക് നേരിട്ട് കാണണം എന്നുള്ളത് 2021 ഓഗസ്റ്റ് മാസം അങ്ങ് തുടങ്ങിയതാണ് ഇതിന്റെ ട്രാവലിംഗ്. 21-ലും 22-ലും 23-ലും കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് 2024-ലാണ് നമ്മൾ സൂം മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആ ഒരു പ്രോഗ്രാം ആരംഭിച്ച് വീട്ടിലിരുന്ന് സൂം മീറ്റിംഗ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് ഈ ഓപ്പർച്യൂണിറ്റി എത്തിച്ച് ഒരുപാട് നമുക്ക് ജീവിതത്തിലേക്ക് വേണ്ട സാമ്പത്തിക അച്ചടക്കവും അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട്. അപ്പൊ അത്തരം ഒരു പ്രോഗ്രാമാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ഇത് മറ്റുള്ള നെറ്റ്വർക്ക് പോലെ അല്ലേ, അതല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കമ്പനികൾ പോയി എത്തി നോക്കി ചാടി പോയി വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കാണണം. ഇത് നിലനിൽക്കുന്ന പ്രോഗ്രാമാണ്, എന്നും ഏത് കാലത്തും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കാണണം, ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കണം, ട്രാവൽ ചെയ്യാം. ആരുടെ കൂടെ? ഈ കമ്പനിയുടെ കൂടെ, സെഞ്ചുറി ഗേറ്റ് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കൂടെ. എല്ലാവർക്കും വിജയം ഉറപ്പാണ്. 2026 ഓണം സെലിബ്രേഷൻ പ്രോഗ്രാം 5000 എബോ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം കമ്മിങ് സൂൺ. അതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് ഈ മീറ്റിങ്ങിലുള്ള നമ്മളെല്ലാവരും. ഏത് സാധാരണക്കാരാണെങ്കിലും എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്, ഡെയിലി വരുമാനം ഉണ്ടാക്കിക്കൊണ്ട്. അതേപോലെ തന്നെ ഈ വരുന്ന 24-ാം തീയതി പങ്കെടുക്കുന്ന പ്രോഗ്രാം MD-യും ലീഡേഴ്സും ഒക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തോട് കൂടിയിട്ട് നിങ്ങൾ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാം. ആ ആളുകൾ അവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. മോർണിംഗ് 9:30 മണിക്ക് തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യണം. അതല്ല 11 മണിക്കും 12 മണിക്കും ഒന്നും കയറി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. നിങ്ങൾ ആ പ്രോഗ്രാമിന് വരുന്ന വാല്യൂ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതിനനുസരിച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യാം. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരോട് പറയാം, 11 മണിക്കും 11:30 ഒന്നും കയറി വരല്ലേ. ഓപ്പണായിട്ട് പറയാൻ ആഗ്രഹിക്കുക. പല ദൂരത്തുനിന്നും വരുന്നവരൊക്കെ 7 മണിക്കും 8 മണിക്കും 9 മണിക്കൊക്കെ അവിടെ എത്തും. പക്ഷെ തൃശ്ശൂരിലുള്ളവർ എത്തുന്നത്, അപ്പൊ അത് നമ്മൾ പറയിപ്പിക്കരുത്. അത് സ്നേഹത്തോടു കൂടി പറയണത്. അപ്പൊ അതുകൊണ്ട് 9:00-ക്ക് മുന്നേ നിങ്ങൾ എല്ലാവരും എത്തണം. 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും, 9:30-ക്ക് പ്രോഗ്രാം ആരംഭിക്കണം. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും ട്രാവൽ ചെയ്യാം. ഏകദേശം 300 എബോ ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം, നമുക്ക് വിജയിക്കാം. ഇത്ര മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി 8 മണിക്ക് നമുക്ക് കൂടാം. നിങ്ങൾ ഇപ്പോൾ തന്നെ സൂം മീറ്റിംഗ് ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് പുതിയ ആളുകൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അവസരം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവണം. നമുക്ക് അതിലൂടെ ഒക്കെ വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇത്രമാത്രം പറഞ്ഞ് ഈ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you. Thank you, sir. Thank you.